കാണാതായ 6 വയസ്സുകാരനായിട്ടുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. അമ്പാട്ടുപാളയം മുഹമ്മദ് അനസ് താഹിറ ദമ്പതികളുടെ മകൻ സുഹാനയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഇന്നലെ ഉച്ചയ്ക്ക് സഹോദരനുമായി പിണങ്ങിയിറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുട്ടിയെ കാണാതായി എന്നുള്ള വാർത്തകൾ വരുന്നത്. ഇപ്പോൾ ഈ സമയമായിട്ടും കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. വലിയ ദുഃഖത്തിലാണ് ആ നാട് മുഴുവൻ എന്നറിയാം. ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, എവിടേക്കാണ് തിരച്ചിൽ നടത്തുന്നത്, എന്താണെന്നതിന്റെ വിവരങ്ങൾ സാജിദ്? ജിൽസി സൈഫുദ്ദീൻ 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ഈ കാണാതായത്. ഈ കുട്ടി ഈ സ്വന്തം സഹോദരനുമായി 2 വയസ്സ് മാത്രം മൂത്ത സഹോദരനുമായി ഈ TV കാണുന്നതിനിടെ ഈ കുട്ടികൾ ഉണ്ടാകുന്ന ചെറിയ തർക്കമുണ്ടാവുകയും കുട്ടി വീട്ടുകാർ കാണാതെ പുറത്തിറങ്ങുകയായിരുന്നു. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് വീട്ടുജോലികളിൽ വ്യാപൃതരായിരുന്ന ഈ മാതാവ് ഈ കുട്ടിയെ തിരക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും കുട്ടിയെ കാണാതായിരുന്നു. പിന്നീട് വ്യാപകമായ തിരച്ചിൽ നടത്തി. ഈ ഡോഗ് സ്ക്വാഡ് വന്ന് ഈ ഒരു കുളക്കരയിൽ ആണ് ഈ നായ എത്തുകയും വലിയ തോതിൽ കുരയ്ക്കുകയും ചെയ്ത് അങ്ങനെ ഒരു താമരക്കുളമാണ്. ആ കുളം മുഴുവൻ ഇന്നലെ അരിച്ചു പൊറുക്കിയിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ തിരച്ചിൽ തുടരും. ഇന്നലെ രാത്രി കുട്ടി അവിടെ നിന്ന് ഒരു പാടവും കുളവും എല്ലാം ഉള്ള മേഖലയിലാണ് കുട്ടിയുടെ വീടുള്ളത്. ഇവിടെ നിന്ന് പുറത്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി രാത്രിയിൽ CCTV-കൾ കേന്ദ്രീകരിച്ച് കടകളിലെ CCTV-കൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും ഈ പാടത്തും കുളത്തിലുമെല്ലാം തന്നെ തിരച്ചിൽ നടത്തും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും തളർന്നോ ഫിക്സ് വന്നോ വീഴാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അത്തരം പരിശോധനകൾ കൂടി ഇന്ന് തുടരും. ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നാട് മൊത്തം ഈ 6 വയസ്സുകാരനെ കാണാതായതിൻ്റെ സുഹാനെ കാണാതായതിൻ്റെ വലിയ സങ്കടത്തിലാണ് ഉള്ളത്. ഇത് ചിറ്റൂർ നഗരത്തിൽ തന്നെ മുനിസിപ്പൽ ഓഫീസിന് തൊട്ട് പിറകിലായ അമ്പാട്ടുപാളയം പ്രദേശത്തുള്ള മുഹമ്മദ് അനസിൻ്റെയും താഹിറയുടെയും മകനാണ്. ഈ കുട്ടിയെ കണ്ടെത്താൻ ഈ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഒരേ മനസ്സോടുകൂടിയുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് 8 മണിയോടുകൂടി ഫയർഫോഴ്സ് സംഘം വീണ്ടും എത്തി കുളത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചു. ചെറിയ കുഞ്ഞാണ്. ഈ പറയുന്നത് പോലെ വലിയ വേദനയും വലിയ വിഷമവും ഒക്കെ ആ കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്ക് ആകെ ഉണ്ടാക്കും. ഇപ്പോൾ ഇന്നലെ രാത്രി ആ കുഞ്ഞ് എവിടെയായിരിക്കും കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക എന്ന ചോദ്യമൊക്കെ വലിയ പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സമീപവാസികളോ നാട്ടുകാരോ ആരും ഈ കുഞ്ഞ് ഇറങ്ങിപ്പോകുന്നതോ എവിടെയെങ്കിലും അവർ കുട്ടിയെ കണ്ടതായ ഒരു സൂചനകളും ഇല്ല ഇതുവരെ. ഇതുവരെ ആ കുട്ടിയെ കണ്ടതായി ഒരു സൂചനകളും ഇല്ല. ഈ കുട്ടി സഹോദരനുമായി ഈ TV കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പിണക്കമുണ്ടാകുന്നു. അങ്ങനെ കുട്ടി ഇറങ്ങിപ്പോകുന്നു. ഈ സഹോദരൻ എന്ന് പറയുന്നത് 8 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. സ്വാഭാവികമായും ആ കുഞ്ഞും ഈ TV കാണുന്നതിലേക്ക് മുഴുകുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഈ വീട്ടുകാർ തിരിച്ചറിയുന്നതും തിരയുന്നതും. അങ്ങനെ അയൽവാസികളായ ആളുകളോ നാട്ടുകാരോ ആരും തന്നെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. സ്വാഭാവികമായും 6 വയസ്സുള്ളൊരു കുഞ്ഞാണ്. റോട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടാൽ എങ്ങോട്ടാണ് പോകുന്നത്, ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞാണ് എന്ന് എല്ലാവരും തിരക്കും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി കുളത്തിൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. ഈ പാടമാണ്. ആ പാടത്ത് എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ടോ എന്ന ഒരു പ്രതീക്ഷയിൽ ഇന്നലെ രാത്രിയിലും രാത്രി 8 വരെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കുഞ്ഞിനായുള്ള തിരച്ചിൽ അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഈ കുളം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുനരാരംഭിക്കും.